അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇപ്പോൾ ശ്രീ സി ആർ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നോക്കൂ, ഈ കൊള്ളയടിക്കാനുള്ള ഒരു പുതിയ മേഖല കൂടി കണ്ടെത്തി തന്നിരിക്കുകയാണ് ഈ ഇടത് ഭരണസമിതി. ഇപ്പോൾ നെയ്യിലാണ് കൊള്ള നടന്നിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തന്നെ വലിയ പ്രതിരോധത്തിൽ CPM നിൽക്കുമ്പോഴാണ് ഒരു പുതിയ മേഖലയിൽ കൂടി ഇത്ര വലിയൊരു കൊടും കൊള്ള നടന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ശബരിമല അടിച്ചു മാറ്റുന്നു എന്ന് ഹൈന്ദവ സംഘടനകൾ ആരോപിക്കുന്നത് വെറുതെയല്ല. ഈ നമ്മുടെ ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനും മിൽമയുടെ പാലൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന പാല് 10 രൂപ കൂടിയാൽ പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞത് വാസ്തവം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് മിൽമയുടെ കവറും പൂനെയുടെ നെയ്യുമായിരുന്നു കേരളത്തിലേക്ക് വന്നിരുന്നത്. അത് പത്തനംതിട്ട വഴി, റാന്നി വഴി, നിലയ്ക്കൽ വഴി പമ്പ വരെ ചെന്നിട്ടുണ്ട്. പക്ഷെ പമ്പയിൽ നിന്ന് സന്നിധാനത്ത് എത്തുന്നതിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പമ്പ കടത്തുക എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. അത് ഈ കേസിനകത്ത് വളരെ ആപ്ലിക്കബിൾ ആയി എന്നാണ് തോന്നുന്നത്. കാരണം ഇതിന്റെ പിറകിൽ വൻ ആസൂത്രണവും തട്ടിപ്പും നടത്തിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. കാരണം ആര്, എപ്പോൾ, എവിടെ വെച്ചാണ് ഈ കൃത്രിമം നടത്തിയത് എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന്, SITക്ക് ഹൈക്കോടതി നിയോഗിച്ച സോജന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് ബോധ്യമാകേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശബരിമല എന്ന് പറയുന്നത് ഏത് ദേവസ്വം ബോർഡ് ഭരിച്ചാലും ഒരു കറവ പശു തന്നെയാണ്. ഈ കറവ പശുവായ ശബരിമലയിൽ കഴിഞ്ഞ ഏറെ കാലമായി നടക്കുന്ന നെയ്യഭിഷേകമല്ല എന്ന് തീർത്തു പറയാൻ സാധിക്കും. അയ്യപ്പന് നടക്കുന്ന ഡാൽഡ അഭിഷേകം തന്നെയാണ് എന്ന് ശബരിമലയിൽ അടുത്ത് പ്രവർത്തിക്കുന്ന പലരും അറിഞ്ഞിട്ടുണ്ട്. കാരണം ശബരിമലയിലെ രാധാകൃഷ്ണൻ സാറ് പറഞ്ഞ കണക്കുമായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു വർഷം 75 ലക്ഷത്തോളം അയ്യപ്പന്മാർ ദർശനം നടത്തുന്നു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരാള് ഒരു 100 മില്ലി ലിറ്റർ നെയ്യ് കൊണ്ടുവരുന്നു എന്ന് എടുക്കുക. 100 മില്ലി ലിറ്റർ, കൂടുതലൊന്നും എടുക്കണ്ട. അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഏകദേശം 7.5 ലക്ഷം ലിറ്റർ നെയ്യ് ശബരിമലയിൽ ഭക്തന്മാർ ഭക്തി ആദരപൂർവ്വം നെയ്ത്തേങ്ങയിലും അല്ലാതെയും കൊണ്ട് അയ്യപ്പ സ്വാമിക്ക് സമർപ്പിക്കുന്നുണ്ട്. അതിന്റെ പകുതി അയ്യപ്പന്മാർക്ക് തിരികെ നൽകുന്നു എന്ന് വെച്ചാൽ ഏകദേശം 3.5-3.25 ലക്ഷം ലിറ്റർ കൊടുക്കുന്നു. ബാക്കി 3.25 ലക്ഷം ലിറ്റർ പോരായ ഒരു വർഷത്തെ ശബരിമലയിലെ പ്രവർത്തനത്തിനും അവിടുത്തെ വഴിപാടിനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ശബരിമലയിലെ മിൽമയിൽ നിന്നോ വേറെ ഏത് ഏജൻസിയിൽ നിന്നും നെയ്യ് വാങ്ങുന്നതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടായാൽ ആ സംശയത്തിന്റെ ഉത്തരമാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും കഥകൾ വരുന്നത്. കുങ്കുമരാജ ഡയറി എന്ന് പറയുന്ന സ്ഥാപനം 369 രൂപ ഒരു ലിറ്ററിനും, അത് 2ാം സ്ഥാനത്ത് വന്ന കൊച്ചിയിലെ സ്വാമി അയ്യപ്പ എന്റർപ്രൈസസ് 375 രൂപയും കോട്ട് ചെയ്തു. അവർ കോട്ട് ചെയ്ത അല്ലെങ്കിൽ അവർ നൽകാമെന്ന് ഏറ്റ നെയ്യ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി പരിശോധിക്കുകയും അത് നല്ലതാണ് എന്ന് വിലയിരുത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ മരണപ്പെട്ടു പോയ മരണം ഒരാളെയും നല്ലവനാക്കുന്നില്ലെന്ന് EMS ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തും അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് മരണമടഞ്ഞ ഒരാളുണ്ടല്ലേ, അടുത്ത സമയത്ത് മരണമടഞ്ഞ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു ഈ അഴിമതിയുടെ തലതൊട്ടപ്പനായതുകൊണ്ട് അദ്ദേഹം പ്രശാന്തിനെ ഉപദേശിച്ചു കൊടുത്തു, ഇത് നമുക്ക് ക്യാൻസൽ ആക്കാം. ഇത് റദ്ദാക്കിയതിനു ശേഷം മിൽമ ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് ടെൻഡർ ഇല്ലാതെ അവരിൽ നിന്ന് വാങ്ങിക്കാം എന്ന് വെച്ചാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന അവസ്ഥയിൽ കാര്യമെത്തി. ഒരു ടെൻഡറിൽ പോലും പങ്കെടുക്കാതിരുന്ന മിൽമ എത്ര രൂപയാ കോട്ട് ചെയ്തത്? ഏകദേശം 510 രൂപ കോട്ട് ചെയ്ത്. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത കുങ്കുമരാജ ഡയറിയേക്കാൾ ലിറ്ററിന് 141 രൂപയുടെ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് ഇത് തീരുമാനമെടുത്തത്. ഈ മിൽമയുടെ ആരാണ് തീരുമാനമെടുത്തതെന്നുള്ളിടത്താണ് ഇതിനകത്ത് അഴിമതി ഉണ്ടാകുന്നത്. മിൽമയുടെ ഡയറക്ടർ ബോർഡ് ഈ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. മിൽമയിലെ അക്കാലത്തെ ചെയർപേഴ്സൺ ആയിരുന്ന മണി വിശ്വനാഥ് എന്ന് പറയുന്ന ആള് ദേവസ്വം ബോർഡുമായി നേരിട്ട് ഇടപാടുകൾ നടത്തിക്കൊണ്ട് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് 510 രൂപ നിരക്കിൽ നെയ്യ് തന്നുകൊള്ളാമെന്ന് മിൽമ ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നു. എന്ന് വെച്ചാൽ 2020 എനിക്ക് തോന്നുന്നു 2025 ജൂൺ മാസത്തിലാണ് അങ്ങനെ അറിയിക്കുന്നത്. 2025 മെയ് മാസം 13-ാം തീയതി ആയപ്പോഴേക്ക്
പ്രശാന്തും അജികുമാറും ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആ 2 കുറ്റവാളികൾ കൂടെ ചേർന്നുകൊണ്ട് നേരത്തെ നടത്തിയ ടെൻഡർ റദ്ദാക്കിക്കൊണ്ട് ഞങ്ങൾ മിൽമയുടെ എടുത്തുകൊള്ളാം, ഞങ്ങൾക്ക് 510 രൂപയുടെ നെയ്യ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കരാർ ഉറപ്പിക്കുകയായിരുന്നു. അതിനുശേഷമാണ് മിൽമയുടെ ഭരണസമിതി പോലും ഈ കാര്യങ്ങൾ അറിയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്തുണ്ടായ സംഭവം ഈ പത്തനംതിട്ട ഡയറി യൂണിറ്റ് ആണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചതെന്ന് പറയുമ്പോഴും ഇതിന്റെ പിറകിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ നിലയ്ക്കലിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇന്നും പമ്പയിലും നിലയ്ക്കലിലും ഒക്കെയുള്ള പല സ്ഥാപനങ്ങളും നേരിട്ടല്ലാതെയും നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും ഈ ഗോഡൌണുകളുണ്ട്. ശബരിമലയിലെ പോകുന്ന വഴികളിൽ നാറാണംതോട്, അട്ടത്തോട്, റാന്നി, എരുമേലി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗോഡൌൺ ഉണ്ട്. ഈ പമ്പയിൽ നിന്ന് പരിശോധന നടത്തി കയറ്റിവിടുന്ന നെയ്യ് അദ്ദേഹത്തിന്റെ ഈ പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലേക്ക് വീണ്ടും എത്തിക്കുകയും അവിടെ കൊണ്ടുപോയിട്ട് മിൽമയുടെ കവറിനകത്തേക്ക് ഈ വ്യാജമായിട്ടുള്ള നെയ്യ് എന്ന് വെച്ചാൽ മൃഗക്കൊഴുപ്പ് ഉൾപ്പെടെയുള്ള നെയ്യാണ് ശബരിമല അയ്യപ്പനെ അഭിഷേകം നടത്തിയെന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നാൽ ആർക്കും അതിശയപ്പെടേണ്ട കാര്യമില്ല. കാരണം 2 വർഷങ്ങൾക്ക് മുമ്പ് തിരുപ്പതി ദേവസ്വത്തില് 70 ലക്ഷം കിലോ നെയ്യ് വാങ്ങി ആ നെയ്യ് ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന് കണ്ടെത്തുകയും അതിനകത്ത് മൃഗക്കൊഴുപ്പും മീനെണ്ണയും കലർന്ന നെയ്യായിരുന്നു എന്ന് പുറത്തു വരികയും ചെയ്ത വാർത്തയ്ക്ക് സമാനമായിട്ടുള്ളൊരു വാർത്ത ശബരിമലയിൽ നിന്നും ഉണ്ടാകും. കാരണം ഇത് 100% വ്യാജമായി ഉണ്ടാക്കിയ ഡാൽഡ എന്ന് നമ്മൾ ഈ കോഫി ഹൗസിലൊക്കെ കയറുമ്പോൾ ഈ നെയ് റോസ്റ്റ് കഴിക്കും. ഒരു നെയ്യും വെച്ചല്ല അത് ഉണ്ടാക്കുന്നത്, ഈ ഡാൽഡ വെച്ചുണ്ടാക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഡാൽഡ വെച്ചാണ് അയ്യപ്പന് ഡാൽഡ അഭിഷേകം നടത്തിയ കൊടും ചതിയാണ് വിശ്വാസി സമൂഹത്തോട് ഈ ദേവസ്വം ബോർഡിലെ പ്രശാന്തും അജികുമാറും കാണിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കൂട്ടരുണ്ട്. അതിവിനയവും അതിഭക്തിയും കാണിക്കുന്നത് തനി കള്ളന്മാരുടെ ലക്ഷണമാണ്. ഈ ശബരിമലയിലെ വിവാദം ഉണ്ടായപ്പോൾ പ്രശാന്ത് എന്താ പറഞ്ഞ്, എന്റെ കയ്യിൽ ഒന്നുമില്ലേ, ഞാൻ പാപത്താനാണ്, ഞാൻ അയ്യപ്പന്റെ ഒരു ദാസനാണ് എന്ന് വിലപിച്ച ആ അതിവിനയം കാണിച്ച ആ മഹാകള്ളൻ ഈ കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിക്കുകയായിരുന്നു. അയ്യപ്പ സ്വാമിയോട് കാണിച്ച കൊടും പാതകമാണ് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ അയാൾ ഈ ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ടത്. അയ്യപ്പ സ്വാമി, നമ്മളൊക്കെ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ദോഷകർമ്മങ്ങളുമാണ് അയാളുടെ വിധിയെ ബാധിക്കുന്നതെന്ന് പറഞ്ഞ പോലെ അയ്യപ്പ സ്വാമി കണ്ണു തുറന്നുകൊണ്ട് കൊടുത്ത ശിക്ഷയാണ് ഈ പ്രശാന്ത് എന്ന് പറയുന്ന കള്ളനും കൂട്ടുപ്രതിയായിട്ടുള്ള അഡ്വക്കേറ്റ് അജികുമാറിനും. 2 കള്ളന്മാർ എന്ന് വെച്ചാൽ കുറുവ സംഘത്തിനെ തോൽപ്പിക്കുന്ന രീതിയിൽ കള്ളങ്ങൾ കാണിക്കാനും കൊള്ള നടത്താനും അയ്യപ്പന്റെ പേരിൽ കോടികൾ ഉണ്ടാക്കാനും നിന്നുകൊടുത്ത ഈ 2 കള്ളന്മാര് അയ്യപ്പന് ഈ മൃഗക്കൊഴുപ്പിന്റെ ഡാൽഡ ഉപയോഗിച്ചുകൊണ്ടുള്ള നെയ്യഭിഷേകം നടത്തിയതിന്റെ കാരണക്കാരാണ്. ഇവരെ പൊതുസമൂഹം പുറത്തിറങ്ങിയാൽ ആരെങ്കിലും ഭക്തജനങ്ങൾ കൈകാര്യം ചെയ്താൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം കൊടും ക്രൂരതയാണ് ഈ 2 കള്ളന്മാരും. മുരാരി ബാബു മരിച്ചുപോയി, ഇനി അയാളെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ഉൾപ്പെടെയുള്ള അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശബരിമലയിൽ നടന്നത്, നെയ്യിന്റെ കാര്യത്തിൽ നടന്നത് അഴിമതി മാത്രമല്ല ആചാര ലംഘനം കൂടിയാണ് നടന്നത്. ആ ഒരു തലത്തിലേക്ക് കൂടി നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്.